ഹായ് ഗൈസ്, നമ്മൾ എഗ്ഗ് വെച്ചിട്ടൊരു വിഭവം ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു സവാള, 2 തക്കാളി, 2-3 പച്ചമുളക്. അപ്പോൾ നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി രണ്ടും ഒപ്പിട്ട് കൊടുക്കുക. അത് നന്നായി വഴറ്റണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴറ്റുക കേട്ടോ. ഇത് മക്കൾ ഇതിന് പറയുക പിസ്സ എന്നാണ്. പിസ്സയിൽ രൂപത്തിന് മാത്രമേ പിസ്സ എന്നൊക്കെ കുറച്ചേനും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയുക പൊതുവെ എഗ് പിസ്സ എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഇത് നമുക്ക് ചോറിനും നന്നാണ്. ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടിയിട്ട് നിറയെ ചോറ് കഴിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ രാവിലെ ചായക്കൊന്നും ഉണ്ടാക്കാൻ കുറച്ച് മടിയുള്ള ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് എഗ്ഗ് നന്നായിട്ട് എല്ലാം കൂടി പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം അതിൽ ഉപ്പിടുക. എന്നിട്ട് നന്നായി ഇളക്കി വയ്ക്കുക കേട്ടോ. സവാള നന്നായി വഴറ്റണം കേട്ടോ. നന്നായി വഴറ്റിയാലേ സവാള അതിലിടുന്നതൊക്കെ നന്നായി വഴറ്റിയാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായി വഴറ്റുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക കേട്ടോ. എന്നിട്ടും സെയിം ആ മെത്തേഡ് തന്നെ നന്നായി ഇളക്കുക. നല്ല വഴറ്റണം. നമുക്കിനി കുറച്ച് ഓയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് പോരാ തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും കൈ വിടാതെ കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കരിഞ്ഞ പോലെ ആവരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതാക്കണം. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സ്പീഡ് സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നല്ല വഴറ്റിയതിന് ശേഷം ആ തക്കാളിയൊക്കെ നല്ല ഉടയണം കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്ലാഷ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നല്ല അപ്പോഴാണ് ആ സത്തൊക്കെ നന്നായിട്ട് അതിലൊക്കെ പിടിക്കുള്ളൂ. നന്നായിട്ട് ബ്ലാഷ് ചെയ്യുക കേട്ടോ. അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യുക. അതിന് മുന്നേ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിടുക. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. നമ്മൾ നേരത്തെ എഗ്ഗിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് ഗരം മസാല, അങ്ങനെ അതിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇതിനനുസരിച്ച് രുചിക്കനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ എനിക്ക് ഗരം മസാല കൂടുതലായിട്ട് നിൽക്കുകയാണ് ഇഷ്ടമല്ല. എരിവായാലും ആവശ്യത്തിന് മതി. അപ്പോൾ ഞാൻ എല്ലാതും കുറച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴൊക്കെ തീ കുറച്ചിട്ട് വേണം ആക്കാൻ. നന്നായി ഇളക്കിയതിന് ശേഷം ഇത് നമ്മളെ പാനിൽ മൊത്തം ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എഗ്ഗ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും ആവുന്ന രീതിയിൽ ഒരേ ക്രമത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി സിമ്മിൽ തന്നെ ഇരിക്കുക. അടച്ചിടൊന്നും വേണ്ട, അങ്ങനെ വെച്ചാൽ മതി. അതൊരു 5 മിനിറ്റൊന്നും ആവശ്യമില്ല. കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ തന്നെ വേഗം അത് ഇതായിക്കോളും, ശരിയായിക്കോളും. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഫൈനൽ. നമ്മൾ ഇനി പിസ്സ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് അടിക്കൊന്ന് വെന്തോന്നൊന്ന് നോക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പിസ്സ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്.
എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. സിമ്പിളാണ്, നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാനൊന്നും വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഫൈനലാണ്. അപ്പോൾ നമുക്കൊന്നുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും പാത്രത്തിൽ മറ്റു പാത്രത്തേക്ക് ആക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ വാവച്ചയാണ് ടേസ്റ്റ് നോക്കുന്നത്. എക്സ്പ്രഷൻ കുറച്ച് ഓവറായി, എന്നാലും രസമുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ്, അവർ നന്നായിട്ട് ചോറ് കഴിക്കും അത് കൂട്ടിയാൽ. അപ്പം എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.